കാന്താര 2 കണ്ടു. കാന്താര 2 അല്ല, ദിസ് ഈസ് ആക്ച്വലി ചാപ്റ്റർ 1. പ്രീക്വൽ ആയിട്ട് സർവ് ചെയ്യുന്ന ഒരു പടമാണ് 22 ഇറങ്ങിയ പടത്തിന്റെ. ആൻഡ് ഫസ്റ്റ് വൺ ഒരു ചെറിയ പടമായിരുന്നു. ഒരു ചെറിയ റീജിയണൽ ലാംഗ്വേജിൽ മാത്രം ഇറങ്ങിയ, കന്നഡയിൽ മാത്രം ഇറങ്ങിയ ഒരു പടം. പിന്നീട് അങ്ങോട്ട് മൗത്ത് പബ്ലിസിറ്റി ഒക്കെ കാരണം ഈ പടം വൈഡർ ഓഡിയൻസിലേക്ക് എത്തി. ഒരുപാട് ഭാഷയിൽ മൊഴിമാറ്റപ്പെട്ടു. ദെൻ മലയാളത്തിലേക്കൊക്കെ പിന്നീടാണ്, ഐ തിങ്ക് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ മലയാളത്തിലേക്കൊക്കെ വന്നത്. ഐ തിങ്ക് രാജ് പ്രൊഡക്ഷൻസ് ഒക്കെ ആയിരുന്നു 22 മലയാളത്തിൽ ഇറക്കിയത്. സെക്കൻഡ് പാർട്ടിൽ എത്തിക്കുമ്പോഴേക്കും ഇതിന്റെ സ്കെയിൽ മൊത്തത്തിൽ മാറി. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഉപകാരമുള്ള വേറൊരു കാര്യം പരിചയപ്പെടുത്തരാം. ഈ എഡിറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇന്ത്യയിലുള്ള ടോപ്പ് റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ സ്റ്റൈലിലുള്ള എഡിറ്റിംഗും, ഈ ഗെയിമിംഗ് സ്റ്റൈലിലുള്ള എഡിറ്റിംഗും, ഈ ഡോക്യുമെന്ററി സ്റ്റൈലും, സിനിമാറ്റിക് സ്റ്റൈലും, ഈ കാർ എഡിറ്റ്സും, ഈ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ജനറേഷനും, കാർട്ടൂൺ ആനിമേഷനും, ഇതിൻ്റെ സോഫ്റ്റ്വെയർസും, പ്ലഗിൻസും, ഇതിൻ്റെ സൗണ്ട് ഇഫക്ട്സും, ദെൻ ബ്രൂട്ടോ യൂസ് ചെയ്യുന്ന ഒരു മീമിൻ്റെ പാക്കേജും, ഇതെല്ലാം അടങ്ങുന്ന ഒരു കോഴ്സാണ്. ആൻഡ് ഇതിനെല്ലാത്തിനും കൂടി വെറും 499 ചാർജ് ചെയ്യുന്നുള്ളൂ. അതും 1 ടൈം പേയ്മെൻറ്റും ലൈഫ് ടൈം ആക്സസും ഉണ്ട്. സോ എഡിറ്റിംഗ് പഠിക്കാൻ ഇതിൽ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലാന്ന് തോന്നുന്നു. ഞാനും എടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ താല്പര്യമുള്ളവർക്ക് ഈ ബ്രൂട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ മൊത്തത്തിൽ ഇതാണ് കൂലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റേ കാര്യം മറക്കരുത്, ബ്രൂട്ട് എഫക്ട്സ് നല്ല കോഴ്സാണ്. ഞാൻ പേഴ്സണലി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ കാന്താരയിലേക്ക് തിരിച്ചു വന്നാൽ, ദിസ് മൂവി ഈസ് ഫാന്റാസ്റ്റിക്. അത് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് ഈ സിനിമയിൽ. എനിക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഏറ്റവും വലുതായിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത് ഇതിലെ VFX ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിൽ ബാക്കിയല്ല. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസും ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിലും ബാക്കി എല്ലാം മികച്ചു നിൽക്കേണ്ടതിനും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ VFX ആണ്. എഴുതി തരാം, ടിൽ ഡേറ്റ് ഇതുവരെ ഇന്ത്യൻ സിനിമകളിൽ ഇറങ്ങിയ ദി ബെസ്റ്റ് VFX ഞാൻ കണ്ടത് ഈ ഒരു പടത്തിലാണ്. ടിൽ ഡേറ്റ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. ഓരോ സിനിമ കഴിയുമ്പോഴും, പണ്ട് RRR കണ്ടപ്പോൾ ഞാൻ അത്രയും ആ ഒരു ടൈഗറിൻ്റെ അനിമൽ VFXൻ്റെ കാര്യം ഞാൻ ഈ പറയണത്. ആ ഒരു ടൈഗറിൻ്റെ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ സാധനം പെടാന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിൽ VFX ചെയ്ത ടീമിന് ഹാറ്റ്സ് ഓഫ്. ഋഷഭ് ഷെട്ടി എന്ന ഡയറക്ടർക്ക്, ഹൊമ്പാലെ പ്രൊഡക്ഷന് എവിടെ പൈസ ഇറക്കണം, എവിടെ പൈസ ഇറക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം എന്ന് ഈ പടം 100% നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ ഇവർ ചെയ്തിരിക്കണമെന്ന് അറിയോ? ഈ സാധാരണ വലിയ ഡയറക്ടേഴ്സ് ഇപ്പോൾ എടുക്കുന്ന ഒട്ടുമിക്ക എല്ലാ വലിയ ഡയറക്ടേഴ്സും ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ്. ചെറിയ കാര്യങ്ങളടക്കം VFX വരും. ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കീനുള്ള VFX ഉണ്ട്. ഒരു വെള്ളം കുപ്പി ഈ അനുഷ്ക ഷെട്ടിയുടെ ഒരു ഘാട്ടി എന്ന് അങ്ങനെ ഒരു പടം ഞാൻ വെറുതെ റാൻഡംലി എടുത്ത് നോക്കിയതാണ്. കണ്ടപ്പോൾ അത് റോസ്റ്റാനുള്ള സാധനമായി. അതിൽ അനുഷ്കയുടെ ഫേസ് പടം മൊത്തം VFX. അതായത് വേറെ ആരുമാണ് അനുഷ്കയ്ക്ക് വരെ അഭിനയിച്ചിരിക്കുന്നത്. പടം മൊത്തം അനുഷ്കയുടെ ഫേസ് ആ ആളെ വെച്ച് അഭിനയിപ്പിച്ച് പറയും. അല്ലെങ്കിൽ അനുഷ്കനും റീകാസ്റ്റ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും വെച്ചാൽ പോരെ, ഇത്ര കഷ്ടപ്പെടാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഇത്രയും അലമ്പായിട്ട് ഇന്ത്യൻ VFX ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ വേൾഡ് ക്ലാസ് VFX ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ വേണം. ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. കിടിലം VFX. ഹോളിവുഡ് ലെവലിനൊക്കെ നമ്മൾ പറയില്ല, ഇതാണ് സാധനം. ഞാൻ അത്രയധികം ഞാൻ ഞെട്ടിപ്പോയി ഇതിൽ VFX കണ്ടിട്ട്. ശരിക്കും ഒരു ഡിസ്നി ചിത്രത്തിൽ കാണുന്ന VFXൻ്റെ ക്വാളിറ്റി എനിക്ക് ഇതിൽ കാണാൻ പറ്റി. ഞാൻ വെറുതെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയല്ല. അമ്മായിരിക്കും ഒരു സാധനമാണ്. നിങ്ങൾ നല്ല സ്ക്രീനിലാണ് കാണുന്നതെങ്കിൽ, നല്ല സൗണ്ട് സിസ്റ്റത്തിലാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഓരോ അനിമൽസിൻ്റെയും എല്ലാ മാനറിസവും എല്ലാ കാര്യങ്ങളും, ഈവൻ മറ്റേ ആ ഒരു ഹെയർ ടോണും അതിലെ സ്ട്രക്ചറും അതിൻ്റെ ഷാഡോവും അടക്കം നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൽ കാണിക്കുന്നുണ്ട്. കിടിലം VFX എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ VFX. അത് ഇതിൻ്റെ ആ ഒരു ടൈഗർ വരുന്ന സീക്വൻസ് ഉണ്ട്. പിന്നെ സിനിമയിൽ ഇനീഷ്യലി കാണിക്കുന്ന ആ ഒരു വരാഹം, ദെൻ ഒരു കാട്ടുപോത്തിൻ്റെ സീക്വൻസും, ദെൻ ഒരു ഉൽക്ക വീഴുന്ന സീക്വൻസ്, ദെൻ ഒരു മറ്റേ മരപ്പട്ടിയല്ല, എന്താ സാധനത്തിന് പടത്തിലെ പേരും പറയുന്നുണ്ട്, ആ ഒരു മങ്കൂസല്ല, വേറൊരു സാധനമില്ലേ, കിടിലൻ. അതിങ്ങനെ നമ്മൾ ഐ തിങ്ക് നമ്മുടെ ജംഗിൾ ബുക്കിൻ്റെ ലൈവ് ആക്ഷനല്ല, എല്ലാത്തിലും ഉണ്ട്. ലൈവ് ആക്ഷനിലൊക്കെ ഈ കുരങ്ങന്മാരിങ്ങനെ ഇരച്ച് വരില്ലോ, കുറേ എണ്ണം വന്ന് മൂടുന്ന പോലെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം മോനും പെട്ടാന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് വേറെ ഇവർക്കൊന്നും ചെയ്യാനില്ല. അത്രയും ടോപ്പ് എൻഡിൽ കൊണ്ട് ദെൻ ഇതിൽ വന്നു പോകുന്ന ഒരു ടൈഗറിൻ്റെ സീക്വൻസ് ഈ സിനിമയിൽ ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസുകളാണ് അതൊക്കെ തന്നെ. അതെല്ലാം തന്നെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ചില പോർഷനിൽ നല്ല ലെറ്റ് ഡൗൺ ആയിട്ട് പോകുന്നുണ്ട്. ഒരു വേറൊരു ക്ലൈമാക്സിനോട് അടുക്കുന്ന സീക്വൻസുകളിലൊക്കെ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് പറ്റിയില്ല. പക്ഷേ മെയിനായിട്ട് സിനിമയിൽ ആവശ്യമുള്ള, സിനിമയുടെ ഒരു പ്രധാന ഘടകമായിട്ട് ഒരു ക്യാരക്ടർ പോലെ ഇരിക്കുന്ന കുറച്ച് ആനിമൽസ് ഉണ്ട്. അതിനെ പെട്ടായിട്ട് VFX ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ
വേറെ കുറേ വിഎഫ്എക്സ് ചെയ്യായിരുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിനെ ഇവര് പ്രാക്ടിക്കൽ എഫക്ട്സിലും ഒരു ഒറിജിനൽ സെറ്റ് ഇട്ടിട്ടൊക്കെ കുറേ സാധനങ്ങൾ ചെയ്തു. ഒരു ഒരു വലിയ ഇവർക്കൊരു ഒരു സിറ്റി തന്നെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടാക്കണം. ഒരു കൊട്ടാരം, അതിനോട് സംബന്ധപ്പെട്ട ഒരു പോർട്ട്, അതിലുണ്ടാവുന്ന ഒരു മാർക്കറ്റ്, ഇതൊക്കെ വേണമെങ്കിൽ ഇവർക്ക് വിഎഫ്എക്സ് ഇട്ട് തള്ളി മറയ്ക്കാം. വിഎഫ്എക്സ് ഉണ്ട് അതില്. പക്ഷേ എന്നിരുന്നാലും പ്രാക്ടിക്കൽ എഫക്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു തേര് വരുന്ന സീക്വൻസ് ഉണ്ട്. ആ ഒരു സ്ഥലം മുഴുവൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്ക് വിഎഫ്എക്സ് വെച്ച് നിറയ്ക്കായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനാണ് ആവശ്യം, ഇതിനാണ് പൈസ ചെലവാക്കുക, ഇതിനാണ് സമയം ചെലവാക്കേണ്ടതെന്ന് പറഞ്ഞ് ഈ വന്നു പോകുന്ന ഈ ചെറിയ ഈ അനിമൽസിന് വിഎഫ്എക്സ് യൂസ് ചെയ്ത് എന്നിട്ട് ആ ചെയ്യുന്ന സാധനം അത് വൃത്തിക്ക് തരുകയും ചെയ്യുക പറയില്ല. ആ പരിപാടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പറ്റാവുന്ന അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾ അവർക്ക് ഒഴിവാക്കി വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചത് കൊണ്ട് ലെവല് വേൾഡ് ക്ലാസ് ലെവൽ വിഎഫ്എക്സ് ക്വാളിറ്റി ഒരു പടത്തിൽ കാണാൻ പറ്റി. ദാറ്റ്സ് നമ്പർ 1 തിങ്. എനിക്ക് ഈ സിനിമ കണ്ടിറങ്ങിയിട്ടും എനിക്ക് എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ആയ മെയിൻ കാര്യങ്ങളിലൊന്നും ഇതാണ്. ബാക്കി ഇപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ട അതേപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു പോളിഷ്ഡ് ആൻഡ് വലിയ ക്യാൻവാസിലുള്ള ഒരു വെർഷൻ തന്നെയാണ് ഇതിൽ. കാരണം അതിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ ഫോർമുലാസ് തന്നെ റീക്രിയേറ്റ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മീൻസ് അതിൽ കാണുന്ന അതേ കോമഡി സീക്വൻസുകൾ അതിലൊരു ഒരു ഒരു 2 ഒരു 2x ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡബിൾ അല്ല, അതിനപ്പുറത്തേക്ക് ഒരു 3x ഒരു 6x വെർഷൻ കോമഡി സീക്വൻസുകൾ നമുക്ക് ഇതിൽ കിട്ടും. അതേപോലെ തന്നെ അതിൽ ആക്ഷൻ സീക്വൻസുകൾ ഒരു 1 2 ഉണ്ടെങ്കിൽ ഒരു 4 5 ഉണ്ടാവും. എന്നിങ്ങനെ എല്ലാത്തിലും ഡബിൾ ഡബിൾ ആക്കിയിട്ട് സ്ട്രക്ചർ മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ലൊരു സ്റ്റോറി ലൈനും എല്ലാം കൊണ്ടും നല്ല എൻഗേജിങ് ആയിട്ട് സിനിമ പോകുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ട് തന്നെയാണ് കാണുന്നത് എന്ന് ചില നേരത്തൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതല്ല, അതിനേക്കാൾ വലിയ ലാർജ് ക്യാൻവാസിലുള്ള അതിൻ്റെ അതേ ഫോർമുല മുന്നോട്ട് പോകുന്ന ഒരു പ്രോപ്പർ പ്രീക്വൽ ആണ് കാണുന്നത് എന്നുള്ള ഒരു ബോധത്തോടെയാണ് നമ്മൾ സിനിമ മുഴുവനായിട്ട് നമ്മൾ കൊണ്ടുപോവുക. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെ ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഇത് ഇങ്ങേര് അതിൽ തന്നെ ട്രാൻസിഷൻ വരുന്ന കുറേ സാധനങ്ങൾ, അതിൽ തന്നെ മോഡുലേഷൻ വരുത്തിയിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. ദെൻ ഈ ആഹ്, ഒരു ഒരു അറിയാലോ ആൾക്ക് ഈ ഒരു ഗുളികൻ കയറുന്ന സീക്വൻസുകൾ ഈ പടത്തിൽ ഉണ്ടാവുമെന്ന് അറിയാം. ഈ പടത്തിലെ ആ സീക്വൻസിൽ അതിൽ അവസാനത്തല്ല അതിന് മുമ്പുള്ളൊരു സീക്വൻസിൽ ഈ ആളെയൊക്കെ എടുത്തിട്ട് മറ്റേതിൽ വന്നിട്ട് നമ്മൾ നോർമലി ഒരു പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ച് ആൾക്കാരെ അടിക്കുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ക്ലൈമാക്സിൽ കണ്ടാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ഈ എടുത്തിട്ട് അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. മീൻസ് ഒരാൾ 1 2 പേരെയൊക്കെ എടുത്ത് നിലത്തിട്ട് ഈ ഹൾക്ക് അടിക്കുന്ന പോലെയൊക്കെ അടിക്കും. പക്ഷെ അതൊക്കെ എമ്മാരി റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഫ്ലാഷ് ഓഫ് ദി അല്ലെങ്കിൽ ഒരു സെക്കൻഡുകൾക്കിടയിലാണ് ഈ സാധനങ്ങളൊക്കെ കടന്നു പോവുക. പക്ഷേ ആ സീക്വൻസുകളിലൊക്കെ ഇമ്പാക്റ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ മൂപ്പര് ഷൈൻ ചെയ്ത് ഇങ്ങനെ പോവാണെന്ന് പറയും. ഇതിനപ്പുറത്തേക്ക് മൂപ്പർക്കൊന്നും ചെയ്യാനില്ലാത്ത രീതിയിലാണ് മൂപ്പര് ഓരോ പടം കഴിയുമ്പോഴും ചെയ്യുന്നത്. ഇത്രയും ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ക്വാളിറ്റി ടീമിനെ വെച്ച് വിഷൻ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വർക്കാവുന്ന ഋഷഭ് ഷെട്ടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കൂടെ വന്നിട്ട് ബാക്കി എല്ലാവരും തന്നെ ഗംഭീര കാസ്റ്റ് ലിസ്റ്റാണ്. ഇതിൽ ഈ ജയറാമേട്ടനും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇമ്മാരുമില്ല. ഞാൻ ആദ്യം വിചാരിച്ച ഒരു സൈഡ് കിക്ക് ക്യാരക്ടറാണ് വെറുതെ ഇങ്ങനെ. പക്ഷേ സിനിമയിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ത്രൂ ഔട്ട് സിനിമയിൽ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നാണ്. ഫീമെയിൽ ലീഡായിട്ട് വരുന്ന മറ്റേ രുക്മിണി വസന്തം. ഞാൻ ഒരു ചെറിയ വില്ലൻ ക്യാരക്ടറുണ്ട്, രാജാവായിട്ട് വരുന്നൊരു ക്യാരക്ടർ. ആളിങ്ങനെ നമ്മളെങ്ങനെ വെറുപ്പിച്ചിട്ട് ആ കാണുന്ന ആൾക്കാരെയും വെറുപ്പിച്ച് പോകുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ വെറുപ്പിക്കലാണ് മൂപ്പരുടെ ജോലി. അത് മൂപ്പര് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനിടെ കൂടെ കുറേ നല്ല കോമഡി സീക്വൻസുകൾ സിനിമയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇത് ഇവിടെ വേണോ, ഇവിടെ വേണ്ടിയിരുന്നുള്ളൂ. ഈവൻ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്ലൈമാക്സ് സീക്വൻസുകളിലോ അല്ലെങ്കിൽ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ബാറ്റിൽ സീക്വൻസുകളിലൊക്കെ തന്നെ അതിൻ്റെ ഇടയിൽ ഈ കോമഡി വന്ന് കയറി പോകുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലൊരു പടത്തിൻ്റെ ഒരു ടോണേ അതാണ്. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഇത് ഇങ്ങനെയാണ് ഈ ഒരു പടം. ഈ രീതിയിലുള്ള കോമഡിയും അതിനോടൊപ്പം തന്നെ സെന്റിമെന്റ്സും അതിനോടൊപ്പം തന്നെ റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ കൂടി ഒരു ഡിവോഷണൽ സാധനങ്ങളൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡാണ്, ഒരു മിക്സ്ചറാണ് ഈ ഒരു പടം എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഋഷഭ് ഷെട്ടി കൊണ്ടുപോയിട്ട്. അല്ലാണ്ട് ഒരു പ്രീക്വലാണ്, അപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കോമഡിയൊക്കെ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് പക്കാ ഒരു ആക്ഷൻ ബാക്ക്ഡ് സാധനമൊന്നുമല്ല. എല്ലാത്തിനും ഒരു പ്രോപ്പർ ബ്ലെൻഡ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഫസ്റ്റ് പാർട്ട് ഇഷ്ടമായാൽ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സെക്കൻഡ് പാർട്ട് ഒരുക്കിയിട്ടുള്ളത്. അതിനേക്കാൾ ഒരുപടിയല്ല കുറേ പടി മുകളിലാണ് ഈ ഒരു പടം അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളിലും. ആൻഡ് ഓൾസോ ഈ സിനിമയിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ നമ്മൾ നല്ല തിയേറ്ററിൽ കാണുക, ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ കാണുമായിരുന്നെങ്കിൽ ഈ സാധനം സറൗണ്ട് ചെയ്ത് വരുന്ന കുറേ സീക്വൻസിലുണ്ട്. അത് ചെറിയ ചെറിയ ചില പോർഷൻസിലും ഒക്കെ ഗംഭീരമായിട്ട് അത് വർക്കായിട്ടുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഇത് OTT കണ്ട സാധനമൊന്നുമല്ല. ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന
ഒരു ഒരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ OTTയിൽ കാണാൻ നിൽക്കരുത്. അവിടെ കണ്ടിട്ട് പിന്നെ പലരും ഇപ്പോൾ കാന്താര എന്നെ തിയേറ്ററിൽ കണ്ടിട്ടില്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ പടമായിരുന്നു. അത് കഴിഞ്ഞ് വലിയ അഭിപ്രായം വന്നു കഴിഞ്ഞിട്ടാണ് അത് മാറ്റിയിട്ട് നമുക്ക് തിയേറ്ററിലേക്ക് വന്നു. അപ്പോഴും കാണാണ്ട് OTT കണ്ടവരൊക്കെ ഉണ്ടാവും. അതൊക്കെ. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു ക്യാൻവാസിലല്ല. ആ ഒരു ഇതിന് ക്യാൻവാസ് മൊത്തം മാറി ശരിക്കൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന അതിനുള്ളതുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അതിൽ വിഷ്വൽസ് ആയിക്കോട്ടെ, അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എല്ലാം പോട്ടെ. ഈ ഇതിലെ ഞാൻ ഈ പറഞ്ഞ ഈ 2, 3 VFX ഷോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ ഈ ഒരു പടം കാണാം. അത്ര ഗംഭീരമായിട്ട് എനിക്ക് ആ VFX ആണ് എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവാത്ത രീതിയിൽ എനിക്ക് അത്ര അധികം റിയലിസ്റ്റിക് ആയിട്ടും അത്ര ഗംഭീരമായിട്ട് വർക്കായ പോലെ എനിക്ക് ഫീൽ ആയ ഒന്നാണ് അതിലെ VFX സീക്വൻസുകൾ. അത് ഗംഭീരം. അതിലൊന്നും പറയാനില്ല. സോ പടം മൊത്തത്തില് നല്ല നല്ല എൻഗേജിങ് ആയ നല്ല നല്ലൊരു പ്രോപ്പർ എന്റർടൈനർ ആണ്. എവിടെ നമുക്കൊരു ലാഗടിയോ ബോറടിയോ ഒന്നും തരാത്ത, കഥയിൽ ആവശ്യത്തിന് വേണ്ടുന്ന ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ നിറച്ച നല്ലൊരു ഒരു ഒരു പ്രോപ്പർ ഫ്ലോ ഉള്ള നല്ലൊരു പടം. സോ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ബ്രൂട്ടോടെ ആ ഒരു എഡിറ്റിംഗ് കോഴ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.